കുറേ നാളായിട്ടുണ്ട് നമ്മൾ കപ്പയും മീൻകറിയും വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ നട്ടുന്നതാണ്. അപ്പോൾ നല്ല നാടൻ കപ്പയും ഇട്ട് ഇതിൽ വെട്ട് കൊണ്ടേന്ന് വെച്ചാൽ മോളിങ്ങനെ കമ്പ് വലിച്ചെടുക്കുന്ന സമയത്ത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മട്ടേക്കൊക്കെ വെട്ടിയെടുത്ത സമയത്ത് വെട്ടുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കപ്പ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ തോടൊന്ന് നോക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചന്തയിലൊക്കെ കപ്പയൊക്കെ കൊണ്ടിട്ട് വിൽക്കും. അപ്പോഴേ ഈ വെള്ളത്തോടുള്ള കപ്പ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തോട് നോക്കി വെച്ചിട്ട് പുറത്ത് പോകുമ്പോൾ വെള്ളത്തോടുള്ള കപ്പ ഒന്ന് മേടിക്കണേ. പിന്നെ കപ്പയിൽ തന്നെ 2-3 സൈസിലുള്ളതുണ്ട്, തീരെ കനം കുറഞ്ഞുള്ളതുണ്ട്, ഇതുപോലെ വണ്ണമുള്ളതുണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ടൊക്കെ എടുക്കുക. പിങ്ക് കളറിലുള്ള തോടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തോടുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ അതുപോലെ ഒത്തിരി പേര് ചെയ്യുന്നൊരു കാര്യമാണ്, കപ്പ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കൂടെ തന്നെ ആ ചെളിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ചെളിയെല്ലാം നമ്മൾ ആ ഒരു കപ്പയിലോട്ടാകും. എത്ര കഴുകിയെടുത്താലും അതങ്ങനെ മാറി കിട്ടത്തില്ല. നല്ലതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം അങ്ങ് കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ബേസണിനകത്തോട്ട് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ട് ഓരോ കപ്പ എടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെളുവിളായിരിക്കും, നല്ല വെള്ള കളറിലിട്ട. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ ഒത്തിരി വീഡിയോയിൽ നേരത്തെ മുമ്പൊക്കെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് നല്ലതുപോലെ കട്ട് ചെയ്ത് എടുക്കാനും നല്ല എളുപ്പമാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമുക്ക് കഴുകി എടുക്കാനും നല്ലതാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി അങ്ങും ഇങ്ങനെയൊക്കെ ചെളിയൊക്കെ പിടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കളറായി ഒരുമാതിരിയൊക്കെ ഇരിക്കും. ഇപ്പോൾ കണ്ടല്ലോ, നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ ഒന്നും കൂടെ കഴുകി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ അവിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നാരുണ്ടല്ലോ, അത് നമുക്ക് എളുപ്പത്തിന് എടുത്ത് കളയാനും പറ്റും. പിന്നെ കപ്പ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വശങ്ങളുണ്ടല്ലോ, നല്ലതുപോലെ നാരൊക്കെ മാറ്റിയെടുത്ത് പിന്നെ കഴുകിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിനെ കൊണ്ടാണ് നല്ല വെള്ള പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാലോ, ഒട്ടും ചെളിയോ അങ്ങനെ അഴുക്കോ ഒന്നുമില്ല. അപ്പോൾ മൺകലത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിറകടുപ്പിൽ വേണം വെച്ചെടുക്കാനായിട്ടുള്ളത്. മുറ്റത്ത് അടുപ്പുണ്ട്, മുറ്റത്ത് ഒരടുപ്പാണുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് അകത്താണെങ്കിലും വെക്കും. വെളിയിൽ വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ അതിലൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇരുന്ന് വെക്കാനോ അല്ല വയ്യാതെയൊക്കെ ഇരിക്കുന്നതിനെ കൊണ്ട് അതിനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു അടുപ്പിലാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. പിന്നെ ഇങ്ങനൊരു വിറകടുപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട്ടും വിറകൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മൺകലോ മൺചട്ടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വേവിച്ചെടുക്കുക. നല്ല രസമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വിറകടുപ്പിലൊക്കെ അല്ലേ നമ്മൾ വേവിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ വേവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചൂട്ട് കത്തി വരുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. ആ ഒരു പുക ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പണ്ട് നമ്മളെ വീടിനോട് ചേർന്ന് ചെറിയൊരു വാരാന്തിയൊക്കെ കാണും. അപ്പോൾ തറയിലൊക്കെ ആയിരിക്കും അടുപ്പ് കൂട്ടി അങ്ങനെയൊക്കെ വേവിച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. തിളച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ ഞാൻ ഒരു 2-3 ചെറിയൊരു ചേമ്പ് 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഇനി വെന്തിട്ടുണ്ട്, അതിന് എടുത്ത് മാറ്റണം ഇനിയിപ്പോൾ. അപ്പോൾ ഇതിനിടയ്ക്ക് നല്ലതുപോലെ അങ്ങ് പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ഇതിനൊന്ന് ഉടച്ചെടുക്കുക, അതാണ് നല്ലത്. മീൻകറി ഇപ്പുറത്ത് ഗ്യാസിൽ വെച്ച് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാളയും നെത്തോലിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഉണ്ടമുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മണമുള്ള മുളക്, നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ കപ്പ നല്ലതുപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച് പച്ചമുളകും ജീരകവും ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഉടച്ചിവിടെ റെഡിയാക്കിയിട്ട് ഈ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊക്കെ എടുത്ത്, അപ്പോൾ ചോറൊന്നപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കപ്പയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കപ്പ നല്ല വെണ്ണ പോലെ, നമ്മൾ വെണ്ണയെന്നൊക്കെ പറയത്തില്ല, അപ്പോൾ വെണ്ണ പോലെ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ചൂട് മീൻകറിയൊക്കെ ഒഴിച്ച് കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരും ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മളെ ചാനലിൽ ഇടുന്നത്. നല്ല മണമുള്ള ഉണ്ടമുളകാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കഴിച്ച് നോക്കാം. ഇങ്ങനെ വെച്ച് കഴിക്കാനായിട്ട് കൊതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വെച്ച് കഴിക്കണം കേട്ടോ. ചെറിയ ചാളയും നെത്തോലിയും കൂടെ ഒരുമിച്ചിട്ട് കറി വെക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അച്ചാർ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇച്ചിരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.